ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, നമ്മളിപ്പോൾ ഈ ദിവസങ്ങളിലെ ധ്യാനിപ്പിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് ദണ്ഡവിമോചനങ്ങളെ കുറിച്ചാണ്. കഴിഞ്ഞുപോയ ജീവിതത്തിലെ പാപങ്ങളുടെ മോചനം ലഭിച്ചു, പക്ഷേ കടങ്ങളുടെ പൊറുതി ബാക്കി വരുന്നുണ്ട്. അപ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനവും ഭാഗികമായ ദണ്ഡവിമോചനത്തെ കുറിച്ചാണ് ഇന്ന് സിസ്റ്റർ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്. ഇടവക നോമ്പിലെ ഇടവക ധ്യാനങ്ങൾക്കും ഇതിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം നമ്മൾ കുഴഞ്ഞു വീണ് മരിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. സൈലന്റ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിക്കുന്നവരുടെ എണ്ണവും കൂടിക്കൂടി വരുന്നു. ഞങ്ങളുടെ കോൺവെന്റിലെ ഒരു സിസ്റ്ററുടെ ആങ്ങള വളരെ നല്ല സ്വഭാവമുള്ള പരിശുദ്ധ കുർബാന കുമ്പസാരവും ഒക്കെ വളരെ നല്ലൊരു വ്യക്തിയാണ്. പെങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചതുകൊണ്ട് പെങ്ങളിനെ വളരെയധികം സ്നേഹത്തിൽ നോക്കുന്ന ഒരു ബ്രദറാണ്. പക്ഷേ സംഭവിച്ചത് ഒരു ദിവസം കുഴഞ്ഞു വീണ് ആൾ മരിക്കുകയാണ്. കുഴഞ്ഞു വീണ് മരിച്ച് അത് 4-5 ദിവസം ഈ പെങ്ങള് സിസ്റ്റർ ഭയങ്കര ദുഃഖത്തിന് നീങ്ങിയായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെങ്ങളും കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. അപ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നതിൻ്റെ എണ്ണം, പക്ഷെ നമ്മൾ കുറിയടിക്കുമ്പോൾ അവർ അന്ത്യകൂദാശകളെല്ലാം സ്വീകരിച്ച് കർത്താവിൻ ഭാഗ്യനിദ്ര പ്രാപിച്ചു. പിന്നെ മൃതസംസ്കാര കർമ്മം ഇന്ന് 3 മണിക്ക് ഇന്ന പള്ളിയിൽ എന്ന് പറയുമ്പോൾ അതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഈ സമയം മുഴുവനും നമുക്ക് ദണ്ഡവിമോചനങ്ങൾ ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് ഭാഗികവും പൂർണ്ണ ദണ്ഡവിമോചനം നമ്മൾ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം ഒരു സ്വർഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞ പരിശുദ്ധ ത്രിത്വസ്തുതി ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ പൂർണ്ണ ദണ്ഡവിമോചനം ദിവസത്തിൽ ഒന്ന് സ്വീകരിക്കാനേ സാധിക്കുള്ളൂവെങ്കിൽ ഭാഗിക ദണ്ഡവിമോചനം നമുക്ക് യാത്രയിലും വിശ്രമിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ജോലിക്കിടയിലും ഒഴിവ് കിട്ടുമ്പോഴെല്ലാം നമുക്ക് ഭാഗിക ദണ്ഡവിമോചനം ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ കാണുന്നത് ദണ്ഡവിമോചനങ്ങൾ നേടിയെടുക്കാൻ സഭ നമ്മളെ സഹായിക്കുന്ന പ്രവർത്തികളും പ്രാർത്ഥനകളുമാണ്. അപ്പം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ആത്മാർത്ഥമായ ആഗ്രഹം വേണം. എനിക്ക് ശുദ്ധീകരണ സ്ഥലം വേണ്ട, എനിക്ക് സ്വർഗം കിട്ടണം, ആ ഒരു ആത്മാർത്ഥമായ തീക്ഷ്ണമായ ഒരു ആഗ്രഹമാണ് ഒന്നാമതായിട്ട് വേണ്ടത്. രണ്ടാമതായിട്ട് മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം ഒരു സ്വർഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞ ഒരു ത്രിത്വസ്തുതി, പിന്നെ നല്ല കുമ്പസാരം, വിശുദ്ധ കുർബാന സ്വീകരണം, പാപജീവിതത്തോട് വിട പറയൽ, ഇതെല്ലാമാണ് പൂർണ്ണ ദണ്ഡവിമോചനത്തിനുള്ള പ്രാർത്ഥനകളും പ്രവർത്തികളും ആരംഭിക്കുന്നതിന് മുൻപ് നമ്മൾ ചെയ്യുന്നത്. ഇനി കുരിശിൻ്റെ വഴി പ്രാർത്ഥനകളിലേക്ക് നമുക്ക് കടന്നു വരാം. ഒന്നാമതായിട്ട് കുരിശിൻ്റെ വഴി, 14 സ്ഥലങ്ങളിലെ കുരിശിൻ്റെ വഴി നമ്മൾ യേശുവിൻ്റെ പീഡാസഹനങ്ങളെയും കുരിശു മരണത്തെയും ഭക്തിപൂർവ്വം ധ്യാനിച്ചുകൊണ്ട് സമൂഹമായിട്ട് വ്യക്തിപരമായിട്ട് നമ്മൾ നടത്തുന്ന കുരിശിൻ്റെ വഴി പൂർണ്ണ ദണ്ഡവിമോചനമാണ്. അപ്പോൾ ഈ നോമ്പുകാലത്ത് അല്ലാതെയും നമുക്ക് കുരിശിൻ്റെ വഴി ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് ജപമാല നമ്മൾ ഒരു സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ നമ്മൾ ദേവാലയത്തിലോ സന്യാസ സമൂഹങ്ങളിലോ ഭക്ത സംഘടനകളിലോ സമൂഹത്തിലോ, ഇപ്പോൾ സിസ്റ്ററുടെ അടുത്ത് ധാരാളം ഞങ്ങളുടെ പ്രേക്ഷിതർ 10-31 പ്രേക്ഷിതരിൽ മിക്കവാറും തന്നെ എല്ലാവരും 1.5 തൊട്ട് 4 ജപമാല, അതായത് നമുക്കത് ഇൻ്റർനെറ്റൊന്നും വേണ്ട, കോളുകൾ വിളിച്ച് ഒരാൾ മറ്റൊരാൾക്ക് വിളിച്ച് അങ്ങനെ ഒരു ചെയിൻ പോലെ അത് 7-8-9 കൊല്ലമായി അവരത് സ്ഥിരമായിട്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷം തോന്നുകയാണ്. അപ്പോൾ തുടർച്ചയായിട്ട് ചൊല്ലുന്ന ജപമാലയ്ക്കും പൂർണ്ണ ദണ്ഡവിമോചനമുണ്ട്. പിന്നെ നമുക്ക് മൂന്നാമതായിട്ട് ദിവ്യകാരുണ്യ ആരാധന. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ ആരാധന എന്ന് പറയുമ്പോൾ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ദേവാലയത്തിലെ ദിവ്യകാരുണ്യം നമ്മൾ എഴുന്നള്ളിച്ച് വെച്ചിട്ടില്ല. എഴുന്നള്ളിച്ച് വെക്കാതെ തന്നെ 1/2 മണിക്കൂർ സമയം ദേവാലയത്തിൽ നമ്മൾ നടത്തുന്ന ദിവ്യകാരുണ്യ ആരാധന നിശബ്ദമായിട്ടിരുന്ന് ദൈവത്തെ സ്തുതിക്കുക ചെയ്യുന്നത് പൂർണ്ണ ദണ്ഡവിമോചനമാണ്. നാലാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥ പാരായണം. ഇതുപോലെ തന്നെ 30 മിനിറ്റിൽ കുറയാതെ 1/2 മണിക്കൂർ സമയം ബൈബിൾ എടുത്തുകൊണ്ട്, എല്ലാ ദേവാലയങ്ങളിലും ബൈബിൾ വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ബൈബിൾ എടുത്തുകൊണ്ട്
അരമണിക്കൂറിൽ കുറയാതെ നമ്മൾ ദൈവവചനം വായിക്കുന്നത് പൂർണ്ണ ദണ്ഡവിമോചനമാണ്. ഇനി അത് വായിക്കാൻ പറ്റില്ല, 15 മിനിറ്റ് ആണെങ്കിൽ ഭാഗിക ദണ്ഡവിമോചനം ലഭിക്കുന്നു. അടുത്തതായിട്ട് ചില പ്രത്യേക ദിവസങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ജനുവരി 1 നമുക്ക് ന്യൂ ഇയർ, അതിൻ്റെ കുർബാന, പന്തക്കുസ്ത ദിനം, വലിയ നോമ്പിലെ വെള്ളിയാഴ്ചകളിലെ എല്ലാ കാര്യങ്ങളും പള്ളിയിൽ പങ്കെടുക്കുന്നു. പെസഹ വ്യാഴാഴ്ച, അതുപോലെ ദുഃഖ വെള്ളിയാഴ്ച ക്രൂശ് രൂപം ചുംബിക്കുന്നു, കുരിശിനെ വണങ്ങുന്നു, അന്നത്തെ ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങളിൽ ഭക്തിപൂർവ്വം പങ്കുകൊള്ളുന്നു. അടുത്തതാണ് മാമോദീസ. മാമോദീസ വ്രത നവീകരണം. നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച തലേദിവസം ദുഃഖ ശനിയാഴ്ച നമ്മുടെ മാമോദീസ നമ്മൾ വ്രത നവീകരണം പുതുക്കുന്നു. പിന്നെ മാമോദീസ പള്ളികളിൽ നമ്മൾ പങ്കെടുക്കുന്നു. ഇതിനൊക്കെ പൂർണ്ണ ദണ്ഡവിമോചനമാണ്. അടുത്തതായി ദൈവകരുണയുടെ തിരുനാൾ. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളിൻ്റെ അന്ന് നമ്മൾ നടത്തപ്പെടുന്ന എല്ലാ പ്രാർത്ഥനകളിലും അല്ലെങ്കിൽ സഖ്രയുടെ മുൻപിൽ നമ്മൾ ഇരുന്ന് ഒരു സ്വർഗസ്ഥനായ ഒരു വിശ്വാസ പ്രമാണം ചൊല്ലുക. ഇത് ഫൗസ്തീന പുണ്യവതിയോടാണ് ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കാനുള്ള പറഞ്ഞു കൊടുത്തത്. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച ഒരു സ്വർഗസ്ഥനായ ഒരു വിശ്വാസ പ്രമാണം. തിരുഹൃദയ തിരുനാൾ. അതുപോലെ ഓഗസ്റ്റ് 2 നമ്മൾ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ദേവാലയത്തിൽ പോയി ചൊല്ലി പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നു. ഓഗസ്റ്റ് 15 ഇടവപ്പള്ളിയിലെ പരിശുദ്ധ കുർബാന, പിന്നെ പള്ളി സന്ദർശിച്ച് ആരാധന. അടുത്തതായിട്ട് സെമിത്തേരി സന്ദർശനം. സിസ്റ്റർക്ക് കുർബാനയ്ക്ക് കൊടുക്കാൻ പോകുകയാണെങ്കിൽ ഉടനടി ഞാൻ കുർബാന കഴിഞ്ഞ് ഓടിപ്പോരല്ല സെമിത്തേരിയിലേക്ക് പോകും. അങ്ങനെ സെമിത്തേരി സന്ദർശിച്ചു. അത് നമുക്ക് ദണ്ഡവിമോചനം നേടിയെടുക്കുകയാണ് നമ്മൾ. അതുപോലെ തന്നെ നവംബർ 1 സകല മരിച്ചവരുടെ തിരുനാൾ, നവംബർ 2 സകല മരിച്ചവരുടെ ഓർമ്മ കൊണ്ടാടുമ്പോഴും നമ്മൾ സെമിത്തേരി സന്ദർശിച്ച് ഒപ്പീസ് ചെല്ലുന്നു. മറ്റ് സഭ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനകൾ ചൊല്ലി നമ്മൾ പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കുന്നു. അടുത്തതായി ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാൾ. അന്ന് പ്രതിഷ്ഠാ ജപം ചൊല്ലി മനുഷ്യരാശിയെ മുഴുവൻ പ്രതിഷ്ഠിക്കുന്ന പ്രതിഷ്ഠാ ജപമൊക്കെ ചൊല്ലി ക്രിസ്തു രാജ്യത്വ തിരുനാൾ. വർഷത്തിൻ്റെ അവസാന ദിവസം മിക്കവാറും തന്നെ എല്ലാ പള്ളികളിലും പാതിര കുർബാന ഉണ്ടായിരിക്കും. പ്രഥമ ബലിയർപ്പണം. നമ്മൾ അച്ഛനെ തിരുപ്പട്ട കിട്ടി അപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങിപ്പോവല്ല. ആ അച്ഛൻ ആദ്യം അർപ്പിക്കുന്ന പ്രഥമ ബലിയർപ്പണത്തിൽ നമ്മൾ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ സ്തോത്രഗീതം അത് പാടി ആ പ്രഥമ ബലിയർപ്പണത്തിന് നമ്മൾ മുഴുവൻ സമയം പങ്കെടുക്കുമ്പോൾ വിശ്വാസിക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നു. അടുത്ത പൗരോഹിത്യ ജൂബിലി 25, 50, 60 തുടങ്ങിയ പൗരോഹിത്യ ജൂബിലി, അതും നമുക്ക് ദണ്ഡവിമോചനമാണ്. പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം. ആദ്യമായിട്ട് ദിവ്യകാരുണ്യ സ്വീകരിക്കുന്ന മക്കളിൽ പങ്കെടുക്കുന്നു, സഹായിക്കുന്നു. പള്ളി വെഞ്ചരിപ്പ്. നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും പള്ളി വെഞ്ചരിപ്പുണ്ടെങ്കിൽ അവിടെ ആ ദേവാലയത്തിൻ്റെ അൾത്താരയുടെ പ്രതിഷ്ഠാ ദിനത്തിൽ ദേവാലയം സന്ദർശിച്ച് വെഞ്ചരിപ്പ് കർമ്മങ്ങളിൽ പങ്കെടുത്ത് ഒരു സ്വർഗസ്ഥനായ ഒരു വിശ്വാസ പ്രമാണം ദേവാലയത്തിൽ വെച്ച് ചൊല്ലി വരുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ മരിച്ച ശുദ്ധീകരണ സ്ഥലം നമുക്ക് ലഭിക്കുന്നില്ല. സ്വർഗം ലഭിക്കാൻ ഭൂമിയിൽ വെച്ച് തന്നെ ദണ്ഡവിമോചനങ്ങൾ ചെയ്ത് പാപം വഴി ദണ്ഡനമേറ്റതെല്ലാം കടങ്ങളുടെ പൊറുതി അപേക്ഷിക്കുകയാണ്. അടുത്തതായി നമുക്ക് ഇടവക മെത്രാൻ്റെ ഇടവക സന്ദർശന ദിനം. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നമുക്ക് ദണ്ഡവിമോചനം ഒരിക്കൽ ആ മെത്രാൻ വരുമ്പോൾ ചെയ്യുന്ന കാർമ്മികത്വം വഹിക്കുന്നു, തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നു. അത് ഔദ്യോഗിക സന്ദർശനവും പൂർണ്ണ ദണ്ഡവിമോചനമാണ്. അടുത്തതാണ് ഇടവക മധ്യസ്ഥൻ്റെ തിരുനാൾ. ഇടവക മധ്യസ്ഥൻ്റെ തിരുനാളും ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുകയാണ്. അവിടെ ആ പള്ളിയിൽ ചെന്നിരുന്ന് ശാന്തമായിരുന്നിട്ട് ആ തിരുനാൾ കൊണ്ട് അതിൻ്റെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം നമുക്ക് ലഭിക്കും. അടുത്തതായിട്ട് നിങ്ങളുടെ ഇടവകളിലെ 3 ദിവസങ്ങൾ കണ്ടിന്യൂസ് 3 ദിവസങ്ങളിലെ ധ്യാനം. ഇത് എല്ലാ വർഷവും ഇത് വെറുതെ ചെയ്യുന്നതല്ല. സിസ്റ്റർ പല സ്ഥലങ്ങളിൽ ഈ നോമ്പ് കാലത്താണ് ഇടവക ധ്യാനങ്ങൾ. ചിലപ്പോൾ ഏകദിനമായിരിക്കും, അല്ലെങ്കിൽ ത്രിദിനമായിരിക്കും. ആ ഇടവക ധ്യാനങ്ങളിൽ ഒരു ദിവസം പോലും കുറയാതെ പങ്കെടുക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നു. അതുപോലെ മാർപ്പാപ്പയുടെ ആശീർവാദം. നമുക്ക് റോമയിൽ പോകാൻ പറ്റില്ല, പക്ഷേ ടി വിയിലൂടെ കണ്ടുകൊണ്ട് നമ്മൾ മാർപ്പാപ്പയുടെ ആശീർവാദം മുട്ടിന്മേൽ നിന്ന് ഇതിലൂടെ കാണുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നു. വൈദികൻ അടുത്തില്ലെങ്കിൽ ക്രൂശിത രൂപം ചുംബിക്കാനായിട്ട് മരണസമയത്ത് രോഗിയുടെ അടുത്ത് ചെന്ന്
ക്രൂശിത രൂപം ചുംബിക്കുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം. നമ്മൾ എന്തുകൊണ്ടാണ് അവരുടെ ആ തലോണ അല്ലെങ്കിൽ തലയ്ക്കൊരു ക്രൂശിത രൂപം വയ്ക്കും, കന്നാവെള്ളം വയ്ക്കും? എന്തിനാണ്? ഇടയ്ക്കിടയ്ക്ക് കട്ടിലിന് ചുറ്റും കന്നാവെള്ളം തെളിക്കുകയും ക്രൂശിത രൂപം ചുംബിക്കുകയും ചെയ്യുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം ആ രോഗി അപ്പോൾ തന്നെ സ്വീകരിക്കുകയാണ്. ഇത് വലിയൊരു അത്ഭുത നിമിഷമാണ് മരണസമയത്ത്. അതുപോലെ തന്നെ പേപ്പൽ ആശീർവാദം, പൂർണ്ണ ദണ്ഡവിമോചനത്തോട് കൂടിയ ചില പ്രത്യേക ദിവസങ്ങളിൽ മാർപ്പാപ്പയുടെ ആശീർവാദം അല്ലെങ്കിൽ മെത്രാന്മാർ സ്വന്തം രൂപതകളിൽ നടത്തുന്നത് സ്വീകരിക്കുമ്പോഴും, അതുപോലെ അവിടെ രൂപത സിനഡ് നടക്കുമ്പോൾ പള്ളി സന്ദർശിച്ച് ഒരു സ്വർഗസ്ഥനായ ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കും. അപ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കാനായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ നന്നായിട്ട് ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. അപ്പോൾ സിസ്റ്റർ പറഞ്ഞതെല്ലാം നിങ്ങളൊരു നോട്ട് ബുക്കിൽ എഴുതി നിങ്ങൾ അത് വായിച്ചു നോക്കുക. എന്തൊക്കെയാണെന്ന് നമ്മൾ അത് മനസ്സിലാക്കണം, അത് ചെയ്യണം. ഈ വീഡിയോ അനേകം മക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ സിസ്റ്റർ തന്നെ പൂർണ്ണ ദണ്ഡവിമോചനത്തെക്കുറിച്ച് ഒരുപാട് പഠിച്ചപ്പോഴാണ് സിസ്റ്റിന് ഈ ദണ്ഡവിമോചനങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ദണ്ഡവിമോചനം ലഭിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത നമ്മുടെ ഉള്ളിൽ നിറയുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾ ശരിക്കും ഇത് പഠിക്കണം, ഇത് എഴുതിയെടുക്കണം. ആർക്കൊക്കെ ഈ വീഡിയോ അയക്കാൻ പറ്റുമോ അവർക്കെല്ലാം ഷെയർ ചെയ്യണം. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.